ഹായ് ഓൾ വെൽക്കം ടു ജോ മൂവി വേൾഡ്. ദ റിപ്പ് പടം കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ വന്ന ഏറ്റവും പുതിയ പടമാണ്. നൈസായിട്ട് എടുത്ത ഒരു ക്രൈം ആക്ഷൻ ഡ്രാമയാണ് ദ റിപ്പ്. റിപ്പ് റൈറ്റ് ചെയ്തതും ഡയറക്ട് ചെയ്തേക്കുന്നത് ജോയ് കാർണഹാനാണ്. മാറ്റ് ഡാമൻ, ബെൻ അഫ്ലെക്ക് തുടങ്ങിയവരാണ് ഇതിൽ മെയിൻ റോൾ വന്നേക്കുന്നത്. വേറെയും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇതുവരെ കേൾക്കാത്ത കഥയൊന്നുമല്ല. ഒരു സിമ്പിൾ കഥ, ഒരു ക്ലീഷ കഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ക്രൈം അന്വേഷിക്കുന്ന ഒരു തരത്തിലുള്ള കഥ. പക്ഷെ ഇവരുടെ ഈ പ്ലോട്ട് ഇവര് ബിൽഡപ്പ് ചെയ്ത് കുറച്ച് ക്യാരക്ടേഴ്സിനുള്ളൂ. ഒരു സിംഗിൾ ലൊക്കേഷനിലാണ് മെജോറിറ്റി വരുന്ന കഥ നടക്കുന്നത്. അതായത് ഇതിന്റെ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലോട്ട് എന്ന് പറയുന്നത്, ഇവര് നാർക്കോട്ടിക്സ് ടീമാണ്. ഇവർക്ക് ഒരു ടിപ്പ് ലഭിക്കുന്നു. ഒരു വീട്ടിലിങ്ങനെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാർട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള മണി സ്റ്റാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇവര് റിക്കവർ ചെയ്യാൻ പോവാണ്. റിക്കവർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇവരുടെ ഒരു ലീഡർ, ക്യാപ്റ്റൻ, പടത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, ഒരു കൊല്ലപ്പെട്ട പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് കിട്ടുന്നതും. ബാക്കി വരുന്ന പോലീസുകാരെ അടങ്ങുന്ന മാറ്റ് ഡാമനും ബെൻ അഫ്ലെക്കും ലീഡ് ചെയ്യുന്ന മാറ്റ് ഡാമനാണ് ഈ ടിപ്പ് കിട്ടുന്നത്. മാറ്റ് ഡാമനാണ് അടുത്ത സീനിയർ. അപ്പൊ അത് കൂടെയുള്ള ബെൻ അഫ്ലെക്ക് തുടങ്ങിയിട്ടുള്ള ഒരു 4-5 പോലീസുകാരായിട്ട് ഈ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോണതാണ് ഇതിന്റെ ഒരു പ്ലോട്ട്. അവിടെ എത്തുമ്പോൾ അവർക്ക് പ്രതീക്ഷനെക്കാട്ട് ഇരട്ടി, അതായത് അവർ $150 മില്യൺ പ്രതീക്ഷ പോകുമ്പോൾ അവിടെ $20 മില്യൺ ഒക്കെയാണ് എമൗണ്ട് ഉള്ളത്. അത് എങ്ങനെ ഇവരുടെ ഒരു പ്രൊസീജിയറിൽ ഇവരിത് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് പടം. പിന്നെ ഈ ക്രൈം, ഈ കൊലപാതകം നടന്നത് എങ്ങനെ, ആര് ചെയ്തു എന്നൊക്കെ പറയണതൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലോട്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും പടം കണ്ടിങ്ങനെ തുടങ്ങുമ്പോൾ. ഇതിപ്പോ ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ അവരതിനെ ബിൽഡ് ചെയ്തത്, ഈ ക്യാരക്ടർ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ഡയലോഗ്സിലൂടെ നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ചെറിയ ടെൻഷൻ തന്നിങ്ങനെ ബിൽഡ് ചെയ്ത് നൈസായിട്ട് കൊണ്ടുപോയി. പിന്നെ അത് മാത്രമല്ല, ആ ഒരു മൂഡ്, ഒരു നൈറ്റിലാണ് മെജോറിറ്റി സീൻ നടക്കുന്നത്. അപ്പൊ അവർ അറ്റ്മോസ്ഫിയർ, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, കട്ട്സ്, ഇതൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ലാസ്റ്റത്തെ അരമണിക്കൂറിലാണ് ഈ റിവീലിംഗ് തുടങ്ങുക. സസ്പെൻസ് പോലെ റിവീൽ ചെയ്യണ പോലെ പ്ലോട്ട് ടിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് അവർ ബിൽഡ് ചെയ്ത രീതി, കൊടുന്ന രീതി ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പേഴ്സണലി ഞാനത്, നമുക്കറിയാം ഇവരൊക്കെ, നമുക്ക് ഊഹിക്കാം ഇവരൊക്കെ ആവും, അല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കും എന്നൊക്കെ വായിക്കാം. പക്ഷെ ഇത് എങ്ങനെ ഇവർ കണ്ടെത്തുന്നു, എങ്ങനെ അതിലേക്ക് എത്തുന്നു, അതും ഈ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ. ഒന്ന് ഇവരുടെ മേക്കിങ്, പിന്നെ മാറ്റ് ഡാമനും ബെൻ അഫ്ലെക്കും തുടങ്ങിയ സ്റ്റീവൻ ഇയാൻ, കെയിൽ ചാൻഡലർ, ടിയാന ടൈലർ, റീസെന്റ് വൺ ബാറ്റിൽ ആഫ്റ്റർ എടുത്ത പെണ്ണ്, പിന്നെ സാഷ, അങ്ങനെ ഇവരുടെ ഒക്കെ ഒരു പെർഫോമൻസ്, ആ പെർഫോമൻസും ഈ ഡയലോഗും ഈ ഒരു മൂഡ് സെറ്റ് ചെയ്തതും നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ എൻഗേജിങ് ആയിട്ട്, വളരെ സോളിഡ് ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാം. ആ രീതിയിൽ കൊണ്ടുപോയി ഇങ്ങനെ റിവീൽ ചെയ്തിട്ട് നൈസ് ആക്ഷൻ ബ്ലോക്ക് ഒക്കെ ആയിട്ട് അവസാനിപ്പിക്കുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരു സോളിഡ് ആയിട്ടുള്ള, ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമയാണ് ദ റിപ്പ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. പേഴ്സണലി എനിക്കിത് വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട.